ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ ഇന്നേ നമ്മൾ വന്നിട്ടുള്ളതൊരു സർപ്രൈസ് കേക്കായിട്ടാണ് കേട്ടോ. സർപ്രൈസ് കേക്ക് എന്ന് പറഞ്ഞാൽ കേക്കിൻ്റെ ഉള്ളിൽ കട്ട് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും സർപ്രൈസ് ഗിഫ്റ്റ് കൂടെ ആഡ് ചെയ്യുന്നതിനെയാണ് കേട്ടോ. അപ്പോൾ ഒരു വാച്ചായിരുന്നു കസ്റ്റമർ തന്നിട്ടുണ്ടായിരുന്നത്. അതപ്പോൾ ക്ലിങ് റാപ്പ് ചെയ്യുന്നതിനെക്കാട്ടി മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തന്നതാണ് കേട്ടോ. എന്നിട്ട് അത് ക്ലിങ് റാപ്പ് ചെയ്തിട്ടുണ്ട്. 1 kg വെയിറ്റ് വരുന്ന വാനില കേക്കായിരുന്നു. 7 ഇഞ്ച് ടിന്നിലാണ് കേട്ടോ ചെയ്തത്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഈ വാച്ചിൻ്റെ ഇത് വെച്ചിട്ട് അതനുസരിച്ച് കേക്കിൻ്റെ മിഡിൽ പോർഷനിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഈ വാച്ച് ഇറക്കി വെക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ചെയ്തപ്പോൾ വാച്ച് അതിലേക്ക് കുറച്ച് ടൈറ്റ് പോലെ തോന്നി. അപ്പോൾ കുറച്ചും കൂടെ സൈഡ് കട്ട് ചെയ്തിട്ട് വാച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇറക്കി വെച്ചപ്പോൾ സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് ബൾജ് ചെയ്ത് നിൽക്കുന്ന പോലെ തോന്നി. അപ്പോൾ അത് ഫൈനൽ കോട്ട് കൊടുക്കുന്നതിനെക്കാട്ടി മുൻപ് തന്നെ അത് ലെവൽ ചെയ്ത് എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഫൈനൽ കോട്ട് കൊടുക്കുന്ന ടൈമിൽ കേക്ക് ലെവലല്ലാതെ ഇരിക്കും. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ ആ ഒരു പോർഷനിൽ നിന്ന് ഒരു പോർഷൻ തന്നെ എടുത്ത് അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ക്രം കോട്ട് ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ക്രം കോട്ട് ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ ഫൈനൽ കോട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വാച്ച് അതിൻ്റെ ഉള്ളിൽ വയ്ക്കുന്നതായ കാരണം കൊണ്ട് ഞാനിത് ഡെലിവറിയുടെ ദിവസം രാവിലെയാണ്, മോർണിംഗിലാണ് ചെയ്യുന്നത്. അധിക നേരം ഫ്രിഡ്ജിൽ അത് കീപ്പ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഗനാഷ് വർക്കാണ് കൊടുക്കാൻ പറഞ്ഞിരുന്നത് കസ്റ്റമർ. അപ്പോൾ അത് കാരണം കൊണ്ട് കേക്കൊന്നും സെറ്റ് ആവാതിരിക്കാനും പറ്റില്ല. അങ്ങനെ ഫൈനൽ കോട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ തവണത്തെയും പോലെ പൈപ്പിംഗ് ബാഗ് വെച്ച് തന്നെയാണ് ഫൈനൽ കോട്ട് ചെയ്യുന്നത്. കേക്കൊന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്. ഞാനിപ്പോഴും സ്ക്രാപ്പർ യൂസ് ചെയ്യുന്നതിന് പകരം ഇതുപോലത്തെ OSB ഷീറ്റിൻ്റെ ചെറിയൊരു കട്ടിയുള്ള ടൈപ്പ് ഷീറ്റ് ഉണ്ട്. ആ ഷീറ്റ് വെച്ചിട്ടാണ് ലെവൽ ചെയ്തെടുക്കാറ്. അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ലെവൽ ചെയ്തതിന് ശേഷം സ്ക്രാപ്പർ വെച്ചിട്ട് ചെറിയ ലൈൻസ് പോലെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ലൈൻസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എവിടെയൊക്കെയാണ് കേക്ക് ക്രീം കുറവുള്ളത് എന്നുള്ളത് അറിയാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ കുറവുള്ള സ്ഥലങ്ങളിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷുമാണ് എടുത്തേക്കുന്നത്. വാൻജോൻ്റെ ഒരു മോഡലാണ് കസ്റ്റമർ അയച്ച് തന്നിട്ടുണ്ടായിരുന്നത്. വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ആദ്യം കൊടുത്തിട്ട് പിന്നെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒരു റൗണ്ട് പോലെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ചെറിയൊരു സ്റ്റിക്ക് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് അവരുടെ സ്പെഷ്യൽ ഡേയ്സിൽ കേക്ക് കൊടുക്കുന്നതിൻ്റെ ഒപ്പം കേക്കിൻ്റെ അകത്ത് ഇതുപോലെ എന്തെങ്കിലും ഗിഫ്റ്റും കൂടി ഉണ്ടായി കഴിഞ്ഞാൽ ഹാപ്പിനെസ് കൂടില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.